ബി ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും ചെയ്ത ഏറ്റവും പുതിയ നിവിൻപോളി ചിത്രമാണ് പ്രതിച്ഛായ. പ്രതിച്ഛായയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയായ ബാലചന്ദ്രമേനോന്റെ പൊളിറ്റിക്കൽ ലൈഫിൽ ഒരു സ്കാൻഡൽ നടക്കുകയും തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് കഥയിലൂടെ പ്രതിപാദിക്കുന്നത്. സിനിമ എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് തന്നിട്ടുള്ളത്. എന്നാൽ അധികം ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് ആയിട്ടില്ല. സിനിമയുടെ പോസിറ്റീവിലേക്ക് നോക്കിക്കഴിയുകയാണെങ്കിൽ ബാലേന്ദ്രമേനോൻ അഭിനയിച്ച ക്യാരക്ടർ നന്നായിരുന്നു. ഈ അടുത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും നല്ലൊരു റോളാണിത്. അത് അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ അദ്ദേഹത്തിന്റെയും നിവിൻ പോളിയുടെയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അത്യാവശ്യം വർക്കൗട്ടായി. അവരുടെ അച്ഛൻ മകൻ കോംബോ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ഫീലൊക്കെ തരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഈ സിനിമയിലെ സീനിയർ ആക്ടേഴ്സ് കുറെ പേരുണ്ട്. സായി കുമാറും ഹരിശ്വൻ തുടങ്ങിയവർ അവരും നന്നായിട്ട് തന്നെ അവരുടെ റോൾ ചെയ്തിട്ടുണ്ട്. സിനിമ പിന്നെ ഇത് നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തതിന്റെ ഡ്യൂറേഷൻ ആണ് ഒന്നാമത്തെ കാര്യത്തിൽ. ഭയങ്കര ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല രീതിയിൽ അതൊന്ന് കഥയിലേക്ക് ഇന്നാവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സമയം എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആണെങ്കിലും അത്യാവശ്യം സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചിലയിടത്തൊക്കെ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഇതിന്റെ ഡ്യൂറേഷൻ കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിന്റെ BGM ആണ് ഭയങ്കര മടുപ്പായിരുന്നു. ഇതിന്റെ BGM ഷറഫുദ്ദീനെ കാണിക്കുമ്പോൾ എപ്പോഴും ഒരു ഭയങ്കര BGM ഇടും. അതാണെങ്കിൽ തിയേറ്ററിൽ നല്ല ലൗഡായിരുന്നു. ഇപ്പം ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു ഈ BGM റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ. ഭയങ്കര പാടായിരുന്നു. അതേപോലെ ഷറഫുദ്ദീന്റെ ക്യാരക്ടറും വലിയ രസമൊന്നും ഇല്ലായിരുന്നു. നിവിൻ പോളിയും സിനിമയിൽ അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ഒന്നും അല്ല തന്നിരിക്കുന്നത്. അദ്ദേഹം ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ആയിരുന്നു മൊത്തത്തിൽ. ഡയലോഗ് ഡെലിവറി ആയാലും അഭിനയിക്കുന്ന ഇതായി കഴിഞ്ഞാലും മൊത്തത്തിലൊരു മടുപ്പ് ഫീൽ ആയിരുന്നു. ഡയലോഗ്സ് ഒക്കെ ആണെങ്കിലും സിനിമയുടെ മൊത്തത്തിലൊരു നാടകീയത കലർന്ന ഒരു പരിപാടിയായിരുന്നു മൊത്തത്തിൽ. സിനിമ മുഴുവനായിട്ട് നോക്കുമ്പം ഒരു പാതി വന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്ത്. വലിയതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല നമുക്ക് ഈ പടം മൊത്തത്തിൽ കണ്ടിട്ട്. ബി ഉണ്ണികൃഷ്ണന്റെ ഈ അടുത്ത് ഇറങ്ങിയതിൽ വെച്ച് അത്യാവശ്യം ബെറ്റർ ആയിട്ട് തോന്നിയത് എനിക്ക് ഈ മൂവിയാണ്. പൊളിറ്റിക്കൽ ഡ്രാമ ജോണർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു തവണ കാണാൻ മാത്രമുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു OTT വാച്ചായിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ പറയൂ. താങ്ക് യു.